ആകുലതയുടെ സന്ധ്യ എന്ന ചെറുകഥയുടെ ബാക്കി ഭാഗങ്ങൾ. നാരായൺകുട്ടിയുടെ സുഹൃത്താണത്രേ. ഏത് നാരായണൻകുട്ടി? കുറച്ചു മുൻപ് പാതയിലൂടെ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു കൊണ്ടുപോയ സ്ത്രീ ഇടക്ക് ഒരു പേര് വിളിച്ചു പറഞ്ഞിരുന്നു. അത് നാരായണൻകുട്ടി എന്നായിരുന്നില്ലേ? എൻ്റെ നാരായണൻകുട്ടി, മകനെ മകരാശി, എൻ്റെ അലറിത്തറ മുത്തി, എൻ്റെ പൊന്നുംകുടത്തെ നീ എന്തു ചെയ്തു കടവുളേ? പാതിയിൽ വീണുപിടഞ്ഞ ആൾ ആ ഒരു നാരായണൻകുട്ടിയാണോ? അവൾ തന്നോടൊപ്പം നടക്കുന്ന ജഡത്തെ ഒന്നു നോക്കി. മരിച്ചത് നാരായണൻകുട്ടി എന്നിരിക്കട്ടെ, അയാളുടെ ഒരു സുഹൃത്തിന് ഈ സന്ദർഭത്തിൽ ഇത്ര സാവകാശത്തോടെ പെരുമാറാൻ കഴിയുമോ? അല്ലെങ്കിൽ പെട്ടെന്നാണ് അവളുടെ മനസ്സിൽ മറ്റൊരു ചിന്ത മുളയിട്ടത്. ഗോപിനാഥൻ ഉദ്ദേശിച്ചത് ചെറിയൻകാട്ടിലെ നാരായൺകുട്ടിയെ ആയിരിക്കുമോ? ചെറിയൻകാട്ടിലെ നാരായൺകുട്ടി തനിക്ക് വിവാഹം ആലോചിച്ച് വന്ന ആളാണ്. ഒരു എക്സ്പോർട്ട് കമ്പനിയുടെ മാനേജർ. തുറമുഖ പട്ടണത്തിൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ, ഉയർന്ന ശമ്പളം, പണവും പദവിയും ഒക്കെയുണ്ടെങ്കിലും കറുത്തു മെല്ലിച്ച കട്ടി കണ്ണട വെച്ച നാരായണൻകുട്ടി. ഇടത് കാലിൽ കണ്ടാൽ മനസ്സിലാവാത്ത വിധം നനുത്ത മുടന്തുള്ള നാരായൺകുട്ടി. നാരായൺകുട്ടി തന്നെ കാണാൻ വന്നപ്പോഴേ, പിന്നീട് അവരുടെ ആൾക്കാർ നിശ്ചയത്തിന് വന്നപ്പോഴോ ഇങ്ങനെയൊരാൾ കൂടെ ഉണ്ടായിരുന്നുവോ?